അർജുനേട്ടന്റെ വിവാഹത്തെക്കാൾ നമുക്കിപ്പോ പ്രധാനം പ്രീതിയുടെ ജീവിതം തകരുകയാ. എങ്കിലേ ഏത് കാലത്തും അർജുനേട്ടനെ തിരിച്ചു പിടിക്കാൻ ഒക്കൂ. മനസ്സിലായില്ല. സുസ്മിതയുടെ വിവാഹം ഇപ്പൊ നടക്കാൻ പാടില്ല. സുസ്മിത സത്യഭാമയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ നമ്മുടെ പകുതി ബലം ചോരും. അത് തടയാൻ എന്താ വേണ്ടെന്ന് വെച്ചാ അത് ചെയ്യും. തലക്കടി കിട്ടിയ പാമ്പായിട്ടല്ല, പഴയ പുത്തേഴത്ത് വസുമതിയായിട്ട് തെളിഞ്ഞ ബുദ്ധിയോടെ ആലോചിക്കാം. ഒന്ന് വേഗം ആകട്ടെ ചേട്ടാ, വൈകുന്നേരത്ത് മണ്ഡപം റെഡിയാക്കുള്ളതാ. നാളെ കല്യാണം നടത്താനുള്ളതാ. വിഷ്ണു ആശാന്റെ വീട്ടിൽ പോലും കള്ളപ്പണി. പിള്ളച്ചേട്ടാ ഒന്നിങ്ങോട്ട് വന്നേ. ദേ എല്ലാം നോയിക്കൊള്ളണേ. അതൊക്കെ ഞാൻ ഏറ്റു. ഓക്കെ ഓക്കെ. എടാ പൂ ഒന്ന് നോക്കി കെട്ടടോ. അവിടെ സുസ്മിതയുടെ വിവാഹത്തിന് എല്ലാവരും എത്തണം. മറ്റന്നാളാ. അർജുനേട്ട, അല്ല അർജുനേട്ടൻ ഒരുങ്ങിയില്ലേ ഇതുവരെ? എങ്ങോട്ട് പോവാൻ? സുസ്മിതയുടെ കല്യാണത്തിന്. സുസ്മിതയുടെ കല്യാണത്തിന് എനിക്ക് ക്ഷണമില്ലല്ലോ പ്രതി. അർജുനേട്ട, അമ്മ അർത്ഥത്തിലൊന്നും അല്ല. പിന്നെ ഏതർത്ഥത്തിലാ പ്രതി? അവരുടെ വീട്ടിൽ ചെന്ന് മുഖത്തടിച്ചതുപോലെ സംസാരിച്ചിട്ട് പോന്നവരാ നീയും വിഷ്ണു. നിങ്ങളോട് അവർക്ക് ക്ഷമിക്കാം, മക്കളാണല്ലോ. ഞാൻ മരുമകനും. ആ ഒരു വേർതിരിവ് അങ്ങനെ തന്നെ അങ്ങ് നിന്നോട്ടെ. നിങ്ങളെ കല്യാണത്തിന് ക്ഷണിക്കാനൊന്നുമല്ല, എന്നെ അപമാനിക്കാൻ വേണ്ടി അവരോട് വന്നെന്നാ എനിക്ക് മനസ്സിലായത്. പ്രീതി എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നീയും ഈ കല്യാണം കൂടെ ഇറങ്ങി തിരിക്കില്ല പ്രീതി. പ്രീതി എന്നെ ക്ഷണിക്കാത്ത കല്യാണത്തിന് നീ പോകുന്നതിന്റെ അർത്ഥം എനിക്ക് നീ വില വെക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ തീരുമാനം നിന്റേതാണ്. പായസത്തിൽ വിഷം ചേർത്ത് പ്രീതിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കൊന്നത് അന്ന് ആ പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ടായിരുന്നവരിൽ ഒരാൾ തന്നെയാണ് ഈ സുസ്മിത. നിന്റെ തീരുമാനം പറഞ്ഞില്ല. സുസ്മിതയുടെ കല്യാണം എനിക്ക് കൂടണം അർജുനേട്ടാ. അവളുടെ കഴുത്തിൽ താലി വീഴുന്നത് എനിക്ക് നേരിട്ട് കാണണം. അത് നടക്കുന്നത് നരകത്തിൽ വെച്ചായാലും.
പ്രീതി, ഈ കാര്യം നമ്മൾ പലവട്ടം സംസാരിച്ചതാ. ഇനിയും നിനക്ക് നിന്റെ അമ്മ തന്നെയാണ് പ്രധാനമെങ്കിൽ എനിക്ക് മാറി ചിന്തിക്കേണ്ടി വരും. എന്തുവച്ചാ ഈ ബന്ധം ചിലപ്പോ ഇവിടെ അവസാനിച്ചേക്കുമെന്ന് അല്ലേ? കഴിയില്ലത്. ഇവർക്ക് മാത്രം എന്താവും ഇത്ര ഒരുങ്ങാനായിട്ട്? ആ, കുറെ നേരമായി വന്നിട്ട്. ഓ വരുമല്ലേ വിഷ്ണുട്ടാ? ഓ എന്റെ അമ്മോ, സമാധാനമായി, ഒന്ന് കഴിഞ്ഞു കിട്ടിയല്ലോ. കല്യാണത്തിന് പോകുമ്പോ പെണ്ണുങ്ങൾക്ക് കുറച്ച് ഒരുങ്ങണ്ടേ വിഷ്ണുട്ടാ? ഇതാണോ കുറച്ച്? അത് കൊള്ളാം. അതേ, കല്യാണം ഇന്നല്ല. ഓരോരുത്തന് പെണ്ണിയാളല്ല സുസ്മിത. നാണം കൊടുത്തേ. അർജുനേട്ടൻ എന്ത് തീരുമാനം എടുത്താലും ശരി, ഈ കല്യാണം എനിക്ക് കൂടിയേ തീരൂ. ഇക്കാര്യത്തിലൊരു തീരുമാനം അറിഞ്ഞിട്ടേ ഉള്ളൂ പ്രീതിക്ക് മുന്നോട്ടുള്ള ജീവിതം. നമ്മുടെ കുഞ്ഞു എങ്കിൽ നീ പോ പ്രീതി. ഇവിടെ ഞാനുണ്ടാവുമെന്ന് കരുതി നീ ഇങ്ങോട്ട് വരണമെന്നില്ല. നിനക്ക് നിന്റെ അമ്മയുടെ കൂടെ തന്നെ നിൽക്കാം. അർജുനേട്ടന്റെ ഇഷ്ടം. എന്താ മോളെ? ഒന്നുമില്ല ശാരദാമ്മേ. അല്ല, പ്രീതി എവിടെ? അവള് റെഡിയില്ലേ? എടി, ഒന്ന് അനങ്ങി വാടി. ഒന്ന് സമാധാനപ്പെടും വിഷ്ണുട്ടാ. അല്ല, സമയില്ലേ? അല്ല, ഇനി അർജുൻ എവിടെ? ചടങ്ങ് നാളെയല്ലേ? അർജുനേട്ടൻ വന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ. അല്ല, ശാരദാമ്മ വരുന്നില്ലേ? ഹോട്ടലിലെ കാര്യമൊക്കെ നോക്കണ്ടേ മോനെ? നാളത്തെ സൗകര്യം അനുസരിച്ച് നോക്കാം. സുസ്മിതയുടെ കല്യാണം നടക്കുന്ന പ്രധാനം. ശരി അമ്മ. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങാം. പോയിട്ട് വരാം. ഇറങ്ങട്ടെ. വാ പോട്ടെ. വാ പ്രീതി. എടുക്കാം. ശരി. ഇനിയും നിനക്ക് നിന്റെ അമ്മ തന്നെയാണ് പ്രധാനമെങ്കിൽ എനിക്ക് മാറി ചിന്തിക്കേണ്ടി വരും. ഇവിടെ ഞാനുണ്ടാവുമെന്ന് കരുതി നീ ഇങ്ങോട്ട് വരണമെന്നില്ല. എങ്ങനെയുണ്ട് സാരി? നന്നായിട്ടുണ്ട്. എങ്ങനെയുണ്ട്?
കൊള്ളാം, നന്നായിട്ടുണ്ട്. പത്മാവതിക്ക് ഇഷ്ടപ്പെട്ടോ? ആ നന്നായിട്ടുണ്ട്. പക്ഷേ കുറച്ചുകൂടെ കസവാകായിരുന്നു എന്ന് തോന്നുന്നു. ദേ, ഇപ്പോഴത്തെ ട്രെൻഡ് ഇതാ സാറല്ലേ. ടെക്സ്റ്റൈൽസുകാർ പറഞ്ഞപ്പോ സുസ്മിതയെ മറത്തൊന്നും പറഞ്ഞില്ല. ആഹാ, കുഴപ്പമില്ല. നീ അവളുടെ ആഭരണങ്ങളൊക്കെ എടുത്ത് നോക്കിയേ. അയ്യോ, ഇത് മുഴുവൻ സ്വർണ്ണ. പിന്നെ അല്ലാതെ ദേ, നമ്മൾ കുറച്ച് സ്വർണ്ണം എടുത്ത ജ്വല്ലറിക്കാര് ഷോയ്ക്ക് ബാക്കി സ്വർണം തരുന്ന ഒരു ഏർപ്പാടൊക്കെ ഉണ്ട്. പക്ഷേ സുസ്മിതയ്ക്ക് അതിന്റെ ആവശ്യം വരില്ല. ഭാമേ, ഇത് എത്ര ലക്ഷം? ദേ, കണക്കൊന്നും ഞാൻ വെച്ചിട്ടില്ല സാറല്ലേ. ഇതിനും സുസ്മിതയോടുള്ള എന്റെ സ്നേഹത്തിനും കേട്ടോ. ഭാമേ, നിന്റെ സ്നേഹത്തിന് മുമ്പിൽ ഞാൻ ഒന്ന് പോടി അവിടുന്ന്. അല്ല, ഒരു കാര്യം പറയാൻ മറന്നുപോയി. ചടങ്ങ് കഴിഞ്ഞാലുടൻ ഞാനങ്ങ് പോകും. അതെന്താ? രാജേട്ടൻ വരുന്നുണ്ടായിരുന്നു മാരേജിന്. പക്ഷേ എന്താ സാറല്ലേ? ഫ്ലൈറ്റിൽ വെച്ചൊരു നെഞ്ചുവേദന. അവര് മുംബൈയിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. സാറല്ലേ, പേടിക്കാനൊന്നുമില്ലെന്നാ പറഞ്ഞേ. എന്നാലും ഞാൻ പോയി കൂട്ടിക്കൊണ്ട് വരണ്ടേ? സാറല്ലേ, അപ്പോ നിശ്ചയിച്ചു വെച്ചതൊന്നും മാറ്റണ്ട ഭാമേ. നീ ഇത്രയും തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയതല്ലേ? എടി, എന്നാലും കല്യാണം പിന്നീടാണെങ്കിലും നമുക്ക് നടത്താമല്ലോ. വേണ്ട, ചടങ്ങിന് ഞാൻ ഉണ്ടാവുമല്ലോ. ഇതെത്ര പവനാ ഭാമേ? അതൊരു 5-6 പവൻ കാണും. സാറല്ലേ, ഞാൻ പറയുന്നതൊന്ന് കേൾക്കുന്നേ. കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഭാമേ. എനിക്ക് പകരമല്ല, എന്നേക്കാൾ കൂടുതലായി നീയുണ്ടല്ലോ. ഞാനല്ല, നീ തന്നെ അവളുടെ അമ്മ. പിന്നെ അവൾ ഈ കാര്യമൊന്നും അറിയണ്ട. വെറുതെ നമ്മൾ എന്തിനാ കുട്ടികളുടെ സന്തോഷം നശിപ്പിക്കുന്നേ? പത്മാവതി, ഞാൻ നിങ്ങളെ വിശ്വസിക്കുക. മരുമകളായിട്ടല്ല, മകളായി സ്വീകരിക്കണോ എന്റെ സുസ്മിതയെ. അവൾക്കിനി നിങ്ങളുടെ രണ്ടാളിന്റെ ആവശ്യം ഉണ്ടാവില്ല. ഞാനുണ്ടല്ലോ. ഓ, ഇതെല്ലാം ഇവിടെയാണ് കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇവന്മാരെ കൊണ്ട്. ചേട്ടാ, കുറച്ച് ബിരിയാണി വേണം. എന്തോന്ന്? ഈ പിരിയുള്ള ആണിയില്ലേ, സ്ക്രൂ ഒക്കെ ഇട്ട് കട്ടനൊക്കെ ഉറപ്പിക്കുന്നേ, അത്. അത് പറഞ്ഞാ പോരെ. ഒന്ന് വേഗം തീർക്കടോ. തീർക്കുവാണല്ലോ. ഇവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതാരത്? കമല, എന്തൊക്കെയുണ്ടടാ? ആശം വീട്ടിലെന്ന് പേടിച്ചിരിക്കുവായിരുന്നു ഞാൻ. അങ്ങനെ വരാതിരിക്കാൻ പറ്റൂടാ? എന്താടാ, അക ഉടഞ്ഞു പോയല്ലോ നീ? എടുത്തേമേ, സുസ്മിതയുടെ കല്യാണമല്ലേ കമല, നമുക്കിത് പൊളിക്കണം. പിന്നല്ലാതെ. അതെ, ഒന്ന് വേഗം ആയിക്കോട്ടെ, ഡെക്കറേഷൻ ഒക്കെ ബാക്കിയുള്ളതാ. കുഞ്ഞു വന്നോ? അല്ല, ഇതെന്താ കയ്യില്? ബിരിയാണി. നീ വന്നേ. ഇതാ
ആവശ്യത്തിനുണ്ട്. പാചകക്കാരനോട് ഞാൻ വഴക്കിട്ട് വാങ്ങിയതാ. കൊണ്ടുപോയി എന്താന്ന് വെച്ചാ ചെയ്തോ. ഇതെന്താ ബിരിയാണിയാ? എന്റെ പൊന്നാശാനെ കറക്റ്റ് ഉറപ്പിക്കാൻ കുറച്ച് ബിരിയാണിയാണ് അവര് ചോദിച്ചത്. ഇതുങ്ങളെയൊക്കെ വെച്ച് ഞാൻ എങ്ങനെ പണി തീർക്കാനാ? അപ്പോ ഇതല്ലേ എന്റെ പിള്ളച്ചേട്ടാ? ഗാഥ, സാധാരണ രീതിയിലുള്ള ഒരു കല്യാണം അല്ലത്. എന്നെ ചതച്ചിട്ട് പോയവളാ സുസ്മിത. അവളെ എനിക്കൊന്ന് പിടിച്ചു കെട്ടണം. അല്ലാതെ പ്രണയമോ സ്നേഹമോ ഒന്നും അല്ല. അതൊന്നുമല്ല എൻ്റെ മനസ്സിൽ. ഗാഥ, ഞാൻ പിന്നെ വിളിക്കാം. ഗാഥ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. ആരേ ഗാഥ? എൻ്റെ ഒരു ഫ്രണ്ടാ. രോഹിത്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. നാളെ നമ്മുടെ കല്യാണം. ഓ, അതാണോ പറയാനുള്ളത്? അതല്ല, നമ്മള് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കാന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ഇതുവരെയുള്ളതൊക്കെ മറക്കാൻ ഞാൻ തയ്യാറാ. രോഹിത്തും അങ്ങനെ തന്നെ വേണമെന്നാ ഞാൻ പറയുന്നത്. ഫ്രണ്ടിനോട് പറഞ്ഞതുപോലെ എന്നെ പിടിച്ച് കെട്ടിന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കാം രോഹിത്തിന്. ഒരു യുദ്ധം ജയിച്ചു അല്ലേ? പക്ഷേ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കല്യാണം എന്ന് പറയുന്നത് ഒരു വഴിത്തിരിവാ. ഒരു താലിച്ചരടിൽ മരിക്കുകയും അതേ താലിച്ചരടിൽ വീണ്ടും ജനിക്കുകയും ചെയ്യുന്നവൾ ആ പെണ്ണ്. താലിച്ചരട് കഴുത്തിൽ വീഴുന്ന നിമിഷം അവളുടെ അതുവരെയുള്ള ജീവിതം തീർന്നു. പിന്നെ പുതിയൊരു ജീവിതം, പുതിയൊരു തുടക്കം. അതുവരെ അവക്ക് പ്രിയങ്കരമായിരുന്ന അവളുടെ അച്ഛനമ്മമാർക്ക് വരെ അവളുടെ ജീവിതത്തിൽ പ്രാധാന്യം കുറയും. ഭർത്താവാണ് അവളുടെ ലോകം. പിന്നെ അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാർ, ബന്ധുക്കൾ, അതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അതുവരെ അവളെ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാർ പോലും. ചെകുത്താൻ വേദബോധമൊന്നും കേട്ടിട്ടുണ്ട്. അതിപ്പോ അനുഭവിച്ചു. ഇത്രയും ദീർഘമായ ഒരു മുഖവുരിയുടെ ഒന്നും ആവശ്യമില്ല. നിനക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. അല്പം ക്ഷമ കാണിക്ക് രോഹിത്. ഞാൻ എവിടെയെന്ന് പോലും അറിയാതെ എന്നെ അന്വേഷിച്ചൊരു ഫോട്ടോയുമായി അലഞ്ഞ രോഹിത്തിന് ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാൻ 2 മിനിറ്റ് പോലും സമയമില്ലെന്നാണോ? രോഹിത്, നീക്ക് പറയട്ടെ. ഒരു മുൻപരിചയം ഇല്ലാതെ നടക്കുന്ന അറേഞ്ച്ഡ് മാരേജ് ഉണ്ട്, പ്രണയിച്ച് വിവാഹം കഴിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മുടേതുപോലെ ലോകത്ത് മറ്റൊരു വിവാഹം നടന്നിട്ടുണ്ടാവും തോന്നില്ല അല്ലേ? ഒരു പ്രണയം, പിന്നൊരു ബ്രേക്കപ്പ്, അതും കഴിഞ്ഞ് മാരേജ്. അതിന് മുഴുവൻ പറയട്ടെ രോഹിത്. കുറ്റം എന്റേത് തന്നെയാ, അത് ഞാൻ ഏക്കുന്നു. അതിനെപ്പറ്റി ഇനി ചർച്ച ചെയ്തിട്ടൊന്നും കാര്യമില്ലല്ലോ. അപ്പൊ ഇതൊരു കുംഭസാരം. അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പറഞ്ഞല്ലോ, തെറ്റുകളെല്ലാം എന്റെ ഭാഗത്ത് മാത്രമാണ് ഉണ്ടായത്. മാപ്പ് പറയുന്നില്ല. പറയുന്നതുകൊണ്ട് അർത്ഥമില്ലാന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ. പിന്നെ ഒരർത്ഥത്തിൽ രോഹിത്തിന്റെ വിജയം തന്നെയാണല്ലോ ഈ വിവാഹം. എന്നെ ഒരു മനുഷ്യ സ്ത്രീയാക്കി ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരാനുള്ള ത്യാഗമാണ് ഈ വിവാഹം എന്ന് രോഹിത് പലവട്ടം പറഞ്ഞിട്ടില്ലേ? പക്ഷേ എന്നെ സംബന്ധിച്ച് ഇതൊരു മല്ലയുദ്ധമല്ല രോഹിത്. ജയിച്ചു കഴിഞ്ഞ് ആരുടെയെങ്കിലും കൈ റെഫറി ഉയർത്തിപ്പിടിക്കേണ്ട കളിയല്ല കല്യാണമെന്ന് എന്റെ കാഴ്ചപ്പാട്. ഇതുവരെ സംഭവിച്ചതെല്ലാം വേണമെങ്കിൽ നമുക്ക് മറക്കാം. രോഹിത്തിനെ മറക്കാൻ തയ്യാറല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല. എന്റെ ഭാഗത്തുനിന്ന് പ്രതികാര ബുദ്ധിയോടുള്ള ഒരു നടപടിയോ നീക്കമോ ഒന്നും ഉണ്ടാവില്ല. രോഹിത്തിന്റെ ഭാഷയെ പറഞ്ഞ ഞാൻ ആയുധം വെച്ച് കീഴടങ്ങി. ബാക്കിയെല്ലാം രോഹിത്തിന്റെ ഇഷ്ടം. രോഹിത്തിന് വേണമെങ്കിൽ ഇത് മറ്റുള്ളവരുടെ മുന്നിലേക്ക് വലിച്ചഴിച്ച് എന്നെ അപമാനിക്കാം. സഖ്യകക്ഷി നേടിയ വിജയാഘോഷമാവുമ്പോ അങ്ങനെയൊക്കെയാണല്ലോ വേണ്ടത്. അതല്ല, ഇനിയുള്ള യാത്ര ഒന്നിച്ച് കൈകോർത്ത് വേണമെന്ന എന്റെ ആഗ്രഹം. ബാക്കിയൊക്കെ രോഹിത്തിന്റെ ഇഷ്ടം. എന്താണ് സുസ്മിത, രണ്ടുപേരും കൂടി ഒരു കിന്നാരം?
എല്ലാം ഓക്കെ അല്ലേ രോഹിത്? സുസ്മിത എന്താ ഞങ്ങൾ ഒഴിവാക്കി പോവാണോ? അതല്ല, കല്യാണമല്ലേ, അത്യാവശ്യം ചിലരെയൊക്കെ വിളിക്കാനുണ്ട്. നിങ്ങളിനി കല്യാണം കഴിഞ്ഞിട്ടല്ലേ പോകുന്നുള്ളൂ?